അപ്പോൾ ചെറിയൊരു പണി കിട്ടി. കാരണം അങ്ങനെ ഞങ്ങളുടെ അല്ല, എൻ്റെ യാത്ര തുടങ്ങി. ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. കണ്ട, ഇതിന് മുന്നേ കണ്ട കലന്തരല്ല ഇപ്പം ഈ വീഡിയോയിൽ. ആകെ ആൾ മാറിയില്ലേ, അതാണ് ലൈറ്റ് കുറവ്. എങ്ങനെ മാറി? ഒരു ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു ആ ഒരു ഇത് മാറിയില്ലേ. ഫസ്റ്റ് വീഡിയോയില് ചെറിയൊരു ഇതല്ലായിരുന്നു. സെക്കൻഡ് വീഡിയോ ഇപ്പോൾ കുറച്ചുകൂടെ മാറിയില്ല. ഇനിയും മാറും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അടിച്ചു പൊളിക്കും. അത് തന്നെ, ഞങ്ങൾ എയർപോർട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഇവിടെ സൗദി അറേബ്യയിൽ രാത്രി 12 മണിയായി. അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് 3:45 ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ മെല്ലെ കലന്തർ ഇങ്ങോട്ട് തൂക്കി രാത്രിക്ക്. നാളെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്ന് അവൻ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു അവനെ വിളിച്ചു. അപ്പോൾ കലന്തർ നല്ലൊരു നൈറ്റ് പാർട്ടി എന്നൊരു എന്ത് പറയണേ, ബാർബിക്യൂ അല്ലേ, ബാർബിക്യൂവിൻ്റെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കലന്തറിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ ഇന്ന് അടിച്ച് പെരിച്ച് തിരിച്ചു വരുന്ന വഴിയിപ്പോൾ പെരുമാമ്പ് ഇര വിഴുങ്ങിയ പോലെ ഇരിക്കണേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായി. ഏതായാലും ഇപ്പം എൻ്റെ കൂടെ പോകുന്നത് നന്നായി. കാരണം ഇപ്പോൾ കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ അത് പിന്നെ ഡബിൾ പ്രശ്നമായി മാറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അങ്ങ് പോകുന്നതുകൊണ്ട് ഈ ഒരു ഡൈജഷൻ ടൈം പീരീഡ് കിട്ടും അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ജേണി എയർപോർട്ടിലേക്ക് ആരംഭിക്കുകയായി. ഞങ്ങളിങ്ങനെ പകുതി വഴിയായി യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ഡെസേർട്ടിൻ്റെ സൈഡിൽ കൂടെ, ഡെസേർട്ടല്ല മീൻസ് ഇവിടുത്തെ ഡെസേർട്ടിൻ്റെ ഒരു ഇതല്ലേ എൻട്രി ആയെന്ന് പറയും ഇവിടെ അല്ലേ. ഇന്നുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഡെസേർട്ടല്ലേ. ഞങ്ങളിങ്ങനെ കലന്തർ എന്നാ നാട്ടിൽ പോകുന്നത്? മാർച്ച്. അപ്പം ഞങ്ങൾ ആഫ്റ്റർ 2 months. ഞാൻ ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം ഡൽഹി വരെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. അപ്പോൾ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പാണ് ഈ വീഡിയോ. റോഡ് ട്രിപ്പ് ജസ്റ്റ് ഡൽഹി പോയി വരുന്ന ഡൽഹിയിലെ കാഴ്ചകൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്.
തിരിച്ചു വിടുന്നുണ്ട് ഫ്ലൈറ്റ്. ജാർഖണ്ഡിലേക്കൊക്കെ വിടുന്നുണ്ട്. ജാർഖണ്ഡിലേക്കൊക്കെ കിട്ടപ്പടിയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഫുള്ള് ക്ലോസ് ചെയ്തിരുന്നു ടെമ്പററി. പാർക്കിങ്ങിലേക്ക് ഏറ്റല്ലേ? പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്താറായി. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഓക്കെ ബൈ, സീ യു, ഹാപ്പി ജേർണി. പോയിട്ട് വരാം കേട്ടോ. എയർപോർട്ടിൽ അങ്ങനെ എത്തി, ദമാം എയർപോർട്ടിലെത്തി. നല്ല റഷാണ്. എയർപോർട്ടിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. ഞാൻ വന്നിട്ട് കുറേ സമയം, ബോർഡിങ് പോലും കഴിഞ്ഞിട്ടില്ല. നല്ല റഷാണ് കേട്ടോ. നല്ല റഷിലേക്കാണ്. ആദ്യം ഒരു ലൈനിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കൗണ്ടർ എത്താറായപ്പോഴത്തേക്ക് അവർ നേരെ അത് മാറ്റി, എൻ്റെ നമ്പർ മാറ്റി പറഞ്ഞ് വേറെ കൗണ്ടറിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ സൗണ്ടൊക്കെ പോയി. ഇമിഗ്രേഷൻ കഴിഞ്ഞു. അങ്ങനെ ഗേറ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. നല്ലൊരു നീണ്ട സമയമായിരുന്നു. ഇമിഗ്രേഷൻ പ്ലസ് ബോർഡിങ് ഒരു 12 മണിക്ക് വന്നിട്ട് ഒരു 2:30 കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ 3:45 ഫ്ലൈറ്റ്. അപ്പം ഇമിഗ്രേഷൻ ഇങ്ങനെ ബോർഡിങ്ങിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡായി. അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ദമാം ടു ഡൽഹി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് എയർ ഇന്ത്യ ചൂസ് ചെയ്തത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം സീറ്റിംഗ് അത്ര പോരാ. കണ്ടില്ല, ഹാർഡ് സീറ്റാണ്, സോഫ്റ്റ് ഒന്നുമില്ല. പിന്നെ 3.5 hours ജേർണി ഉള്ളൂ, അല്ലെങ്കിൽ 4 hours ജേർണി കൊണ്ട് അങ്ങ് എത്തുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ മറ്റ് ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് സീറ്റിംഗ് തീരെ സുഖമില്ല ഇതിൻ്റെ.
ഗുഡ് മോർണിംഗ്. The local time is 10:05 a.m. and the outside temperature is 11 degrees Celsius. Please remain seated and do not open overhead bins until the seatbelt sign is. ഡൽഹിയിലെത്തി. അങ്ങനെ ഇവിടുന്ന് ഇപ്പം നേരെ വണ്ടി കയറി പോകണം. എല്ലാവരും ഇറങ്ങി, എല്ലാവരും എഴുന്നേറ്റൊക്കെയാണ് പോകാൻ റെഡിയായിട്ട്. ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ്. ആക്ച്വലി ഗ്രൗണ്ടിലാണ് ഇവർ കൊണ്ട് ഇറക്കി വിട്ടത്. കാരണം ഇവിടുന്ന് ഞാൻ ആക്ച്വലി പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ലാൻഡിങ്ങിന് സമയത്ത് എടുക്കാൻ പറ്റില്ല. കാരണം ചെറിയ ഇതുണ്ടായിരുന്നു, ഫോഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിൻഡോ സൈഡിലും അല്ലായിരുന്നു. ഞാൻ പുറത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലെത്തി. ഞങ്ങൾ ഇനി അടുത്ത് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവാണ്. വലിയ സുഖമായ ഒരു യാത്രയൊന്നും ആയിരുന്നില്ല. എയർ ഇന്ത്യയിൽ സീറ്റിങ്ങും അത്ര പോരായിരുന്നു, ഉറക്കം ശരിയായില്ല. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഇമിഗ്രേഷൻ കൗണ്ടർ നല്ല തിരക്കാണെന്ന്. ഹലോ ഗൈസ്. അങ്ങനെ എൻ്റെ ഇമിഗ്രേഷൻ സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറേ 9-10 വർഷങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. ഒരു പിടുത്തമില്ല ഡൽഹി. ഹലോ ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് കഴിഞ്ഞത്. അങ്ങനെ ഇപ്പം വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിനുള്ളിൽ വലിയ തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു പണി കിട്ടി. കാരണം ചേട്ടച്ചാര് എന്നെ തപ്പി വേറെ എവിടെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാൻ നമ്പർ 4 നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ അറൈവൽ നമ്പർ 4 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി വിളിച്ച് പറഞ്ഞ് വരുമായിരിക്കും. ഹലോ ഗൈസ്. അങ്ങനെ ഫൈനലി ചേട്ടായിനെ കണ്ടുപിടിച്ചു. 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ 11 മണിയായി. ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കസ്റ്റംസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെന്നെ കുറച്ച് വലച്ചു. പ്രീവിയസ് ഹിസ്റ്ററീസൊക്കെ എന്തെങ്കിലും കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ നോക്കാനായിരിക്കും, ഭീകരവാദിയാണെന്നൊക്കെ ചെക്ക് ചെയ്യാനായിരിക്കും. എനിവേ എല്ലാം സക്സസ്ഫുള്ളി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. ഡൽഹി വിശേഷങ്ങളുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.